കുറേ പേര് റിപ്പീറ്റായിട്ട് ചോദിച്ചൊരു റെസിപ്പിയാണ് മഫിൻസ്. അപ്പോൾ പിന്നെ കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ വിചാരിച്ച് ക്യാരറ്റ് മഫിൻസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഗ്യാരണ്ടിയാണ്. ഞാൻ ഗ്യാരണ്ടി നിന്നിട്ടുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾക്കറിയാം. അത് എല്ലാത്തിനൊന്നും ഞാൻ അങ്ങനെ പറയില്ല. പറഞ്ഞ റെസിപ്പിയൊക്കെ അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഗ്യാരണ്ടി നിൽക്കുന്ന ഒരിക്കലും ചെയ്ത് കഴിഞ്ഞിട്ട് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നൂല. അത്രയ്ക്ക് ഉറപ്പാണ്. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് കേക്കിൻ്റെ ആ ഒരു റെസിപ്പി. ഈ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് കറക്റ്റ് നമുക്കിതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഒരു മെനക്കെടുമില്ല. ജസ്റ്റ് മിക്സിങ് മാത്രമാണ് നടക്കുന്നത്. ഒരു ടൂൾസും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ചെയ്തു നോക്കാം. 100 ഗ്രാം, അതായത് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം എനിക്കൊരു 100 ഗ്രാം ക്യാരറ്റ് വേണം. ഏട്ടൻ കൊണ്ടുത്തന്ന ക്യാരറ്റൊക്കെ ഇത്രയും ഒരു കുഞ്ഞുണ്ണികളാണ് കേട്ടോ. ഇതെവിടെ നിന്ന് കിട്ടിയോ എന്തോ ഇത്ര കുഞ്ഞന്മാരെ. നിങ്ങളെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം സൈസിലുള്ള 2 അല്ലെങ്കിൽ ഒരു 3 ക്യാരറ്റ് എടുക്കാം കേട്ടോ. 100 ഗ്രാം ഉണ്ടാവും. അപ്പം ഞാൻ ഏകദേശം ഈ ഒരു കുഞ്ഞന്മാരാണല്ലോ, അതുകൊണ്ട് എനിക്കൊരളവ് കറക്റ്റ് അറിയാത്തതുകൊണ്ടൊന്ന് തൂക്കി നോക്കിയെന്നേ ഉള്ളൂ. ഒരു 120 എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തൊലി കളയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം സ്കിൻ ഇങ്ങനെ പീൽ ചെയ്ത് കളയുമ്പോൾ ചെത്തിക്കളയുന്ന സമയത്ത് വീണ്ടും അതിൻ്റെ കനം കുറയല്ലേ ചെയ്യുക. ഇതുപോലെ ചുരണ്ടി കളയുന്ന സമയത്ത് വേസ്റ്റ് ആവുന്നില്ല കൂടുതൽ. രണ്ടറ്റവും കൂടെ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു 100 ഗ്രാമിലോട്ട് നമുക്ക് ഈ ഒരു ക്യാരറ്റിനെ കിട്ടും. ഇത് ഇന്ന് കുഞ്ഞൂസ് രാവിലെ ഉറങ്ങി എണീറ്റ സമയത്ത് എനിക്ക് അപ്പം വേണം. ഇവളെന്തോ സ്വപ്നം കണ്ടിട്ടാണ് എണീറ്റത്. അമ്മേൻ്റെ കേക്ക് വേണം, അമ്മ ഉണ്ടാക്കിയ കേക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നാൽ വാ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ആ ക്യാരറ്റിൻ്റെ അവൾക്ക് ഈ കപ്പിലുള്ള കേക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ എന്തുണ്ടാക്കിയാലും അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാന്നുള്ളൊരു ശീലമായി മാറിയിട്ടുണ്ടല്ലോ. ഈ ഒരു ഗ്രേറ്റർ ഉണ്ടല്ലോ, ഇതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ. ഓരോ വീട്ടിലും ഉണ്ടാവും തോന്നുന്നു ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റം. ഇത് തറവാട്ടിൽ യൂസ് ചെയ്ത് അവരുപേക്ഷിച്ച് വീണ്ടും ഞാനതെടുത്ത് ഉപയോഗിച്ച് ഞാനിത് ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ 2-3 തവണ ഉപേക്ഷിച്ചെടുത്തുനിന്ന് വീണ്ടും എടുത്തുകൊണ്ട് വന്നിട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും കിച്ചൺ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തൊക്കെ. ആ സമയത്ത് ഞാനിത് വേസ്റ്റ് കൊണ്ടിട്ടാട്ടോ. പക്ഷേ എനിക്ക് പുതിയത് വാങ്ങിച്ചതൊന്നും സെറ്റ് ആവുന്നില്ല. ഇതെന്തോ നമ്മളെ വിട്ട് പോകുന്നില്ല. ഈ ഒരു ഗ്രേറ്റർ വീണ്ടും ഞാൻ എടുത്തുകൊണ്ട് വന്ന് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇത് കുഞ്ഞൂസിന് വേണ്ടിയിട്ട്, ശാന്തമോൾക്ക് വേണ്ടിയിട്ടാണ് കേക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അപ്പോൾ ഇവക്ക് അറിയാം ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്നൊക്കെ. മറ്റുള്ള കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അതും അവൾക്കറിയാം കേട്ടോ, അമ്മ തൊട്ട് കഴിഞ്ഞാൽ അടി കിട്ടും എന്നുള്ളത്. ഇത് ഇവൾ ഭയങ്കരമായിട്ട് നിങ്ങളോടാണ് സംസാരിക്കുന്നത്, ക്യാമറയിൽ അവളെ മുഴുവനായിട്ട് കാണുന്നുണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് കേട്ടോ, എന്തൊക്കെയോ പറയുകയാണ്. അപ്പോൾ ദാ ഇങ്ങനെ തൊലി കളഞ്ഞതിന് ശേഷം കഴുകി ഒരു കോട്ടൺ വെച്ച് ഒന്ന് വെള്ളമൊക്കെ പോക്കിയതിന് ശേഷം നമ്മൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു മീഡിയം വലിപ്പത്തിൽ ഗ്രേറ്റ് ചെയ്തോ, അധികം ചെറുതാക്കണ്ട. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് ബ്രൗൺ ഷുഗർ വേണം. അതായത് ഗ്രാം അളവ് പറയുന്ന സമയത്ത് ഒരു 100 ഗ്രാം ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് ഷുഗറും എടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ മൂക്കായതുകൊണ്ടാണ് ബ്രൗൺ ഷുഗർ എടുത്തത്. പിന്നെ കളറും നല്ല അടിപൊളിയായിട്ട് കിട്ടും. ടേസ്റ്റും ഇതാണെന്ന് തോന്നുന്നു, പക്ഷേ വൈറ്റ് ഷുഗറിൽ ചെയ്യാം, ഷുഗറായിട്ടും ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരേ ഒരു കോഴിമുട്ടയാണ്. പിന്നെ അതും ഇതിലോട്ട് ഉടച്ച് ചേർത്തതിന് ശേഷം പിന്നെ വേണ്ടത് 1/3 കപ്പ് ഓയിലാണ്. അതായത് 1/3 എന്ന് പറയുന്ന സമയത്ത് പിന്നെ നമ്മളെ 1/4 കപ്പല്ല കേട്ടോ. അതങ്ങനെ അളവുകൾ ചോദിക്കുന്ന കുറച്ച് പേരുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. 50 ഗ്രാമാണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ക്യാരറ്റ് നമ്മൾ ഒരു പണി എടുക്കുന്നതിൻ്റെ ഉള്ളിൽ ക്യാരറ്റ് അവിടെ സമയം കിട്ടിയപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ പല പണികൾ കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് കേക്കിൻ്റെ പണി എടുക്കുക, അത് മാത്രം ചെയ്യരുത് കേട്ടോ. ക്യാരറ്റ് അതിൽ നിന്നിങ്ങനെ വെള്ളം ഇറങ്ങാൻ തുടങ്ങും. അതിന് മുമ്പ് തന്നെ നമുക്കിത് ഉണ്ടാക്കണം. അതുകൊണ്ട് എപ്പോഴാണോ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ സമയം എടുക്കുന്നത് ആ സമയത്ത് തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ മതിയേ ക്യാരറ്റ്. ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു 1/4 കപ്പ് കാച്ചി തണിഞ്ഞ പാലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അത് പാല് കാച്ചണം എന്നില്ല കേട്ടോ. അല്ലാത്ത പാലാണെങ്കിലും റൂം ടെമ്പറേച്ചറിലുള്ളൊരു പാല് ചേർക്കാം. ഏകദേശം ഒരു 40 ഗ്രാം ഉണ്ടാവും. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ് ശരിക്ക് വേണ്ടത്. എൻ്റെ അടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് നാരങ്ങ എടുത്ത് വെക്കാനുള്ള സമയമൊന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുണർന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയ റെസിപ്പിയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് വിനാഗിരി ആവുന്ന സമയത്ത് വീര്യം കൂടുന്നത് കൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ തികച്ചെടുത്തിട്ടില്ല, കുറച്ചൊന്ന് കുറഞ്ഞിട്ട് എടുത്തു. 1 ടീസ്പൂൺ സിന്നമൺ പൗഡർ, അതായത് പട്ട പൊടിച്ചതും
1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇത് എല്ലാം കൂടെ ഒന്ന് പരസ്പരം മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ സിന്നമൺ പൗഡർ പട്ട പൊടിച്ചത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീട്ടിലത് പൊടിച്ച് വെച്ചതില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ച സമയത്ത് അതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് പൊടിച്ചാലും മതി. ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള പട്ട എടുത്തോ. ഇനി നമ്മൾ വട്ടച്ചെമ്പിലും ഓവനിലും ഒക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രീഹീറ്റ് ചെയ്യാണ് രണ്ടും. ഓവൻ അവിടെ പ്രീഹീറ്റ് ആയിട്ട് വെക്കുന്നുണ്ട് 200 ഡിഗ്രി സെൽഷ്യസിൽ. അതുപോലെ വട്ടച്ചെമ്പും വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഫ്ലോർ ചേർക്കുകയാണ്. ഒരു 1/4 കപ്പ് മൈദ മതിയാവും കേട്ടോ. അതായത് ഏകദേശം ഒരു 100 ഗ്രാം ഫ്ലോർ മതി. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ക്യാരറ്റും കൂടെ ഇട്ടിട്ട് വെക്കേണ്ട ഒരു പണിയേ ഉള്ളൂ. ക്യാരറ്റ് ചേർക്കുക, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. മക്കൾക്ക് എന്താണോ കഴിക്കാൻ ഇഷ്ടമുള്ളത് അങ്ങനെ. അപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്, ക്യാരറ്റ്, വേറെ വലിയൊരു സംഭവമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇത് പെട്ടെന്ന് കുഞ്ഞിന് കഴിക്കണം എന്ന് തോന്നിയ സമയത്ത് നമ്മളൊരു 10-20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സാധനം. അത്രയേ ഉള്ളൂ. എപ്പോഴും നമ്മൾ പഴംപൊരിനെയാണ് കമ്പയർ ചെയ്യുക. അതുപോലെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ജസ്റ്റ് മിക്സിങ് മാത്രമേ വരുന്നുള്ളൂ. ഈ വിസ്ക് പോലും നമുക്ക് ആവശ്യമില്ല. ഫോർക്കോ സ്പൂണോ എന്ത് വെച്ചിട്ടാണെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അത് എല്ലാം ഫ്ലോറൊക്കെ ഇട്ട് മിക്സ് ആയതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റാണ് കേട്ടോ. വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല, കറക്റ്റ് ഒരു രീതി തന്നെയാണുള്ളത്. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്താൽ പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് എന്തെങ്കിലും ഒരു നട്ട്സ്, അതും നിർബന്ധമൊന്നുമില്ല, പക്ഷെ അത് ഇടുന്ന സമയത്ത് വേറൊരു ടേസ്റ്റ് അല്ലേ. അങ്ങനെ ഞാൻ കുറച്ച് ഒരു 1/4 കപ്പ് കിട്ടാൽ മതി കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും നോക്കിയില്ല. 1/4 കപ്പ് അണ്ടിപ്പരിപ്പും കൂടെ ഇടുന്നുണ്ട്. കുഞ്ഞൂസും കൂടെ സ്വാഹ ചെയ്യുന്നുണ്ട്. അവളെ കേക്കാണ് ഇത് ആർക്കെല്ലാം കൊടുക്കും, അവൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൊടുക്കും, അമ്മച്ചന് കൊടുക്കും, അമ്മയ്ക്ക് കൊടുക്കും, ചാച്ചന് കൊടുക്കും. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ കേക്ക് ഉണ്ടാക്കുന്ന സമയത്തും വീതം വെക്കുന്നുണ്ട് ഓരോ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ആയി, ബാറ്ററൊക്കെ സെറ്റായി. ഇനി നമുക്ക് വേണ്ടത് എന്താ, അടുപ്പത്തും വെക്കണം ഓവനിലും വെക്കണം. അപ്പോൾ 2 പേരും കൂടെ അവിടുന്ന് പ്രീ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, വേറെ ആരുമല്ല, എൻ്റെ ഫ്രണ്ടിനാണ് ചോദിച്ചേട്ടോ. അതായത് ഒരു മിനിറ്റ്, ഇങ്ങനത്തെ ട്രയൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പ്ലേറ്റിൽ വെക്കാം. അതുപോലെ മഫിൻസ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്ന കപ്പ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇവിടെ അത്രയും നൈസായിട്ടുള്ള പേപ്പറാണ്. സാധാ ഒരു പേപ്പർ പോലത്തെ ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഈ ഒരു ട്രയൽ വെക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, അത് ആ ഷേപ്പിൽ തന്നെ കിട്ടും. പക്ഷേ ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ ട്രേ ഒന്നും ഉണ്ടാവില്ല. സാധാരണ പോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന നമ്മൾ ടേബിൾ സെറ്റിൽ യൂസ് ചെയ്യുന്ന കപ്പില്ലേ, അങ്ങനത്തെ വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. സംഭവം ഞാൻ എന്താ സംഭവം എന്ന് കാണിച്ചു തരാം. അടുപ്പത്ത് വെച്ചത് ഏതൊരു ഷേപ്പിലാണ് വന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിലേക്കൊക്കെ ഒരു 1/4 ഭാഗത്തിനും, അതായത് നിറച്ചുമല്ല, മുക്കാലും അല്ല, അതിന് രണ്ടിനും ഇടയിൽ ഏകദേശം നിറഞ്ഞിട്ടുള്ള രീതിയിലാണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വെക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. ഞാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചിരിക്കുന്ന വട്ടച്ചെമ്പ് കുഞ്ഞനാണ്, അതിനകത്തേക്ക് എൻ്റെ ഒരു പ്ലേറ്റ് ഇറക്കി വെക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ചധികം കപ്സും ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ചെമ്പ് മാറ്റി വേറെ കുറച്ചും കൂടെ വലിയൊരു ചെമ്പെടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. നിങ്ങൾ വിചാരിക്കും ഇതല്ലല്ലോ പ്രീഹീറ്റ് ചെയ്തത്, വെക്കുന്നത് വേറെ അടുപ്പിലാണല്ലോ എന്ന്. അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ ഇതിവിടെ ഓവനിലേക്ക് ഞാൻ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ നിന്ന് ആയിക്കോട്ടെ. ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20-25 മിനിറ്റ് സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് ആവുന്ന സമയത്തൊന്ന് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം. വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ, ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് ഓവനിൽ വെച്ചേക്കാം. അപ്പോൾ ഇത് അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റീൽ പ്ലേറ്റിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതേ കേക്ക് ട്രേയിൽ ഒഴിച്ചിട്ട് കട്ട് ചെയ്ത് കഴിക്കുന്ന പാകത്തിന് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട് ചോദിച്ചൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, കപ്പ് കേക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരുപാടെണ്ണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നമുക്ക് അറ്റ് എ ടൈം ബേക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. ഒരെണ്ണം 25 മിനിറ്റ് അവിടെ നിന്ന് വേവുന്ന സമയത്ത് ബാക്കിയുള്ള ബാറ്റർ പുറത്തിരിക്കുന്ന സമയത്ത് പിന്നെ അത് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ, അതായത് അറ്റ് എ ടൈം ഇത് മൊത്തത്തിലും ബേക്ക് ആവാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ടില്ലായിരുന്നോ, ആ ഒരു സാധനം ആ തൽക്കാല നേരം മാത്രം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. കാരണം ഇതിപ്പോൾ ഞാൻ ആദ്യം ഓവനിലേക്ക് വെച്ചില്ലേ, 6 എണ്ണമല്ലേ വെച്ചത്, ആ 6 എണ്ണത്തിനുള്ള ഏകദേശ ബാറ്റർ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ആ വിനാഗിരി ഒഴിക്കുന്ന സ്റ്റെപ്പ് ഞാൻ ഈ കാണിച്ചതിലുള്ള സമയത്ത് ഒഴിക്കാതെ ഏറ്റവും തൊട്ട് മുന്നേ, ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് തൊട്ട് മുന്നേ മാത്രം വിനാഗിരി ഒഴിച്ചിട്ട് വെക്കുക. കാരണം ഇതിൽ പാല് ചേർത്തിട്ടുണ്ട്, ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വിനാഗിരി എല്ലാം കൂടി ആവുന്ന സമയത്ത് ഇവരിവിടുന്ന് ഓവനിൽ വെച്ചിട്ടില്ലെങ്കിലും ഇവർ പണി മെല്ലെ ഇവിടുന്ന് തുടങ്ങിക്കോളും. അതുകൊണ്ട്
ആദ്യമായിട്ടാണ് ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ട് ഇത്രയധികം കപ്സ് എനിക്ക് യൂസ് ആവുന്നത് കേട്ടോ. ഒരുവിധം കപ്പെല്ലാം എടുത്തിട്ടുണ്ട്. ഏതൊക്കെയോ ചില കപ്പ് മാത്രമാണ് ഉപയോഗിക്കാത്തുള്ളൂ. ബാക്കി എല്ലാ കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഇതിലുള്ളൊരു മെനക്കേട്. കുറച്ചധികം കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. കപ്പില്ലാണ്ടും ഏകദേശം നിങ്ങൾക്ക് കണക്കാക്കിയിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ മാറ്റം വന്നാലൊന്നും ഒരു കുഴപ്പമില്ല, ഫ്ലോപ്പായി പോകുമൊന്നുമില്ല. മെഷർമെൻറ്റ്സ് എന്ന് പറയുമ്പം എന്താ പറയുക, ഭയങ്കര ഷാർപ്പായിട്ട് എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ വീട്ടിലുള്ള ഗ്ലാസ്സോ സ്പൂണോ ഒക്കെ വെച്ചിട്ട് എടുത്താലും മതി, ഒരു കുഴപ്പമില്ല. ഇതെനിക്കിവിടെ 25 മിനിറ്റ് ആയപ്പോഴാണ് കേട്ടോ കുക്കായി കിട്ടിയത്. പക്ഷേ അടുപ്പത്ത് വെച്ചത് ഞാൻ സാധാരണ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടപ്പോൾ കറക്റ്റ് ആയില്ല. എന്ന് വെച്ചാൽ സമയം ഒരുപാട് എടുത്തു. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയപ്പോൾ കറക്റ്റായിട്ട് ബേക്ക് ചെയ്ത് വന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓവനിലാവുന്ന സമയത്ത് 180 ഡിഗ്രിയിൽ വെക്കുക. അടുപ്പത്താണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊങ്ങി വരാൻ ആ ഒരു ഇത് കിട്ടില്ല. കണ്ടോ, എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. ശരിക്കും ഓവനിൽ വെക്കുന്ന ആൾക്കാരൊക്കെ മോഡേൺ ആയിട്ടുള്ള ആൾക്കാരാണ്. പരസ്പരം യാതൊരു ബന്ധമില്ല ആരുമായിട്ടും. പക്ഷേ ചെമ്പിൽ വെക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര നാട്ടുമ്പുറത്തുകാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ്. അടുപ്പിച്ചടുപ്പിച്ച് തൊട്ട് പിടിച്ചൊക്കെ നിൽക്കുകയുള്ളൂ. കണ്ടില്ലേ, എല്ലാം അങ്ങനെ കൂടിച്ചേർന്നായിപ്പോയി. ശരിക്കും എന്താ പറയുക, ഈ ഒരു കപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ. വേറെ മറ്റേ കട്ടിയുള്ള കപ്പ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. നല്ല ചൂടുണ്ട് കേട്ടോ. നിങ്ങൾ ശ്രമിച്ചാൽ കിട്ടുമോ ഇതുപോലത്തെ ഷേപ്പൊക്കെ. അങ്ങനെയായി കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടെ. പക്ഷേ ടേസ്റ്റിൽ അടിപൊളിയാണ് കേട്ടോ. ഓവനിൽ വെച്ചിട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു അടുപ്പത്ത് വെച്ച കേക്കിന് തന്നെയാണ്. എനിക്ക് എപ്പോഴും അതെ, എനിക്ക് ഏത് കേക്ക് ചെയ്താലും അങ്ങനെ തന്നെയാണ് തോന്നുക. അടുപ്പിൽ വെച്ചുണ്ടാക്കുന്ന കേക്കിനാണ് കുറച്ചും കൂടെ ടെക്സ്ചറും ആ ഒരു ഇതൊക്കെ നല്ല ടേസ്റ്റ് ഫീൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഓവനിലുള്ളത് എടുത്തിട്ടുണ്ടല്ലോ, ഈ അടുപ്പത്ത് വെച്ചത് എനിക്കൊരു 3/4 മണിക്കൂർ സമയം എടുത്തിട്ടുണ്ട് കേട്ടോ വേവാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ലോ ഫ്ലെയിമിലായിരുന്നു വെച്ചെന്ന് പറഞ്ഞില്ലേ. ഞാൻ നോക്കുമ്പോൾ കുഞ്ഞൂസ് പിന്നെന്ന് ഇത് പാലിൽ മുക്കി കഴിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാനും ഒന്നും ആരും കാണാതെ ഒന്ന് കഴിച്ചു നോക്കിയതാ. അടിപൊളി ടേസ്റ്റ് പാലിൽ ചേർത്തിട്ട്. എത്ര ഇഷ്ടായി? 294 ഇഷ്ടായി. പറ, കേക്ക് എങ്ങനെയുണ്ടെന്ന് പറ. സൂപ്പറാ. ഭാവിക്ക് ഇനി എത്ര എണ്ണം വേണോ? 2, 9, 10 വേണോ? ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് മോള് ഇങ്ങനെ കഴിച്ചുകൊണ്ട് പറയാം, അമ്മയ്ക്ക് ഇഷ്ടായി, ഭാവിക്ക് ഇഷ്ടായി, സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അവള് സ്വന്തം, ഞാൻ ചോദിക്കാതെ തന്നെ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ വീഡിയോ എടുക്കുന്ന സമയത്ത് അങ്ങനെയാണല്ലോ, ആ ഒരു എക്സ്പ്രഷൻ കറക്റ്റ് കിട്ടിയില്ല. എനിക്ക് നല്ല സന്തോഷമായി. മോളത് നന്നായിട്ട് കഴിച്ചിട്ടോ. കുറേ എണ്ണം കഴിച്ചിട്ടുണ്ട്. അവൾ ആ വിശപ്പ് തീരുന്ന വരെ ഇത് കഴിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ഒരിക്കലും ഇതൊരു നഷ്ടം വരില്ല. ഒരു കേക്കിന് ഒരു കപ്പിന് നമുക്ക് 15-20 ആ ഒരു റേഞ്ചിൽ കൊടുക്കാം കേട്ടോ. എനിക്കങ്ങനെയാണ് തോന്നിയത്. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന കപ്പിൻ്റെ വലുപ്പത്തിനനുസരിച്ചൊക്കെ മാറ്റം വരുമല്ലോ. എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറഞ്ഞു തരണേ. എന്തായാലും പറഞ്ഞു തരണം. കാരണം ഇതെനിക്ക് വായിൽ വെച്ച സമയത്ത് അത്രയധികം ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ കുഞ്ഞൂസ് ചെയ്ത് കണ്ടിട്ടാണെങ്കിൽ പോലും ഇത് പാലിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ അയ്യോ ഒന്നും പറയണ്ട, അത്രയും നല്ല ടേസ്റ്റാണ് പാലിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്കും പറ്റുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് കഴിച്ചു നോക്കൂട്ടോ. അങ്ങനെ നമ്മളെ കുഞ്ഞൂസിൻ്റെ ഈവനിങ് സ്നാക്ക് ഇതാ അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് പറഞ്ഞു തരണേ. പിന്നെന്താ, മഫിൻസ് ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത മഫിൻസ് ആയിട്ട് വരാം കേട്ടോ.